നിന്ന് പുറത്തിറക്കിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. രാഹുലിനെതിരെ ചീമുട്ടയെറിഞ്ഞും പ്ലക്കാർഡുകൾ ഉയർത്തിയും ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചു. മറ്റൊരു പ്രതികരണവുമില്ലാതെ പോലീസ് കവചത്തിൽ ചിരിച്ചുകൊണ്ടാണ് രാഹുൽ പോലീസ് വാഹനത്തിൽ കയറിയത്. റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ്, വഴി നീളെ മുട്ടയേറായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ കൂസലില്ലാതെ ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. വലിയ പണിപ്പെട്ടു അല്ലേ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കാനും കോടതിയിൽ ഹാജരാക്കാനും ഒക്കെ പോലീസ്? വിനിത, മാവേലിക്കര സബ് ജയിലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്തിറക്കുന്നത് മുതൽ നമ്മൾ നിൽക്കുന്ന ഈ AR ക്യാമ്പിലേക്ക് എത്തിക്കുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ യുവജന സംഘടനകളുടെ ഭാഗത്ത് നിന്ന് കണ്ടു. ഡിവൈഎഫ്ഐയും യുവമോർച്ചയുമാണ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത്. അതിൽ കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചിത്രം ഒരു പൂവൻ കോഴിയുടെ മുകളിൽ ഫേസായി വെച്ച ഒരു ട്രോഫി വെച്ച് ആ ട്രോഫി രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കുന്ന വലിയൊരു ട്രോഫി ഡിവൈഎഫ്ഐക്കാരുടെ പ്രതിഷേധത്തിലുണ്ടായിരുന്നു. വിവിധ തരത്തിലുള്ള എഴുത്തുകളുള്ള വേർഡ്സ് എഴുതിയ ബാനറുകൾ 3 ബാനറുകൾ SFI പ്രവർത്തകർ ഉയർത്തുന്ന കണ്ടു. ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ കോടതിയിൽ നിന്ന് പുറത്തേക്കിറക്കുന്ന സമയത്ത് കുറേയധികം ചീമുട്ടകൾ രാഹുലിന് നേരെ എറിഞ്ഞത്. അത് പോലീസുകാർ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ട് ഷീൽഡ് വെച്ച് ഒരു പരിച തീർക്കുകയായിരുന്നു പോലീസുകാർ ചെയ്തത്. അതുകൊണ്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശരീരത്തിലേറ്റില്ല. രാഹുൽ വാഹനത്തിൽ കയറിയതിനു ശേഷവും രാഹുൽ മാങ്കൂട്ടം ഇരുന്ന സ്ഥലം ലക്ഷ്യമാക്കി SFIയുടെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകർ തുരുതുര ചീമൊട്ട എറിഞ്ഞു. പക്ഷേ വാഹനത്തിനകത്തായതുകൊണ്ട് അതൊന്നും കൊണ്ടില്ല. അതവരുടെ പ്രതിഷേധമായിരുന്നു. ഇനിയും AR ക്യാമ്പിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ എങ്ങോട്ടാണോ പുറത്തേക്കിറക്കുന്നത് ആ സമയത്തെല്ലാം ഈ തരത്തിലുള്ള പ്രതിഷേധം തുടരാനാണ് യുവജന സംഘടനകളുടെ തീരുമാനം. വിനിത, ശരി, ഏതായാലും ഇനി രാഹുലുമായി തെളിവെടുക്കേണ്ടതുണ്ട്. SITക്ക് വിവിധയിടങ്ങളിൽ എത്തിച്ച് ഇത്തരത്തിലുള്ള പ്രതിഷേധം തുടരുക തന്നെ ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത്.